ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഷിബിൾ ടെക് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന m.sand, p.sand അതുപോലെ തന്നെ 7 ടൈപ്പ് കോൺക്രീറ്റ് മെറ്റൽ ഇവ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, അതിൻ്റെ റേറ്റ് എത്രയാണ്, ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് ക്രഷർ യൂണിറ്റ് സംരംഭകർ. ഇവ നിശ്ചലമായാൽ കേരളത്തിൻ്റെ നിർമ്മാണ മേഖല തകർന്നു എന്നു തന്നെ പറയാം. ക്വാറികളിൽ നിന്ന് റോ മെറ്റീരിയൽ ശേഖരിച്ച് ക്രഷർ യൂണിറ്റിലെ പ്രൈമറി മെഷീനിൽ നിക്ഷേപിക്കുന്നതാണ് കോൺക്രീറ്റ് മെറ്റൽ നിർമ്മാണത്തിലെ ഫസ്റ്റ് പ്രോസസ്സ്. വലിയ സൈസിലുള്ള റോ മെറ്റീരിയൽസിനെ ഏകദേശം 1000 ടൺ പ്രഷർ നൽകിയാണ് ഡിഫറൻറ്റ് സൈസിലുള്ള കോൺക്രീറ്റ് മെറ്റൽ നിർമ്മിക്കുന്നത്. 20, 25, 30, 35, 40 mm എന്നീ സൈസിലുള്ളവ കൂടുതലായി ബിൽഡിംഗ് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്നു. വീടിൻ്റെ മെയിൻ സ്ലാബ് നിർമ്മിക്കാൻ നിർബന്ധമായും മിനിമം 20 mm സൈസ് മെറ്റൽ ഉപയോഗിക്കേണ്ടതാണ്. കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലുള്ള 40 mm മെറ്റൽ റോഡ് നിർമ്മാണത്തിന് കൂടുതലായി ഉപയോഗിക്കുന്നു. മറ്റുള്ളവ ഹെവി ലോഡ് അനുഭവപ്പെടുന്ന കെട്ടിടത്തിൻ്റെ കോളം, ബീം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സൈസ് കൂടുന്നതിനനുസരിച്ച് നിർമ്മാണത്തിന് വേണ്ടിവരുന്ന ചിലവ് കുറയുന്നു, കൂടാതെ സ്ട്രെങ്ത് കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. 1000 ക്യൂബിക് ഫീറ്റ് ഔട്ട്പുട്ട് ലഭിക്കാൻ 1100 ക്യൂബിക് ഫീറ്റ് റോ മെറ്റീരിയൽസ് ആവശ്യമായി വരുന്നു. 1 ക്യൂബിക് ഫീറ്റ് മെറ്റൽ 22 രൂപ എന്ന നിരക്കിൽ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ലഭിക്കുന്നതാണ്. p.sand അഥവാ പ്ലാസ്റ്ററിംഗ് സാൻഡ് വളരെ നൈസ് പൊടിയായിട്ട് ലഭിക്കുന്നു. m.sand അഥവാ മാനുഫാക്ചറിംഗ് സാൻഡ് ഇവയിൽ അല്പം തരി അടങ്ങിയിരിക്കുന്നു. ഇവ കോൺക്രീറ്റിൽ മണലിന് പകരമായി ഉപയോഗിക്കുന്നു. 1 ക്യൂബിക് ഫീറ്റ് m.sand 33 രൂപ എന്ന നിരക്കിലും p.sand 45 രൂപ എന്ന നിരക്കിലും എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ലഭിക്കുന്നതാണ്. m.sand, p.sand ഇവ കൂടാതെ ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായി ലഭിക്കുന്ന വസ്തുവാണ് slurry. കുഴമ്പ് രൂപത്തിൽ ഉള്ള slurry വെള്ളം വലിഞ്ഞതിന് ശേഷം പൊടി രൂപത്തിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ വാഹനത്തിൽ നിറക്കാൻ സാധിക്കുകയുള്ളൂ. മണ്ണ് സുലഭമായി ലഭിക്കാത്ത കടപ്പുറം പ്രദേശങ്ങളിൽ ഇവ ധാരാളമായി ഉപയോഗിക്കുന്നു. വീടിൻ്റെ ഫ്ലോറിൽ നിന്ന് ചിതൽ കയറുന്നത് ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് തടയാൻ സാധിക്കുന്നു. നിലവിൽ ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ ഡിമാൻഡ് കൂടുന്നതോടൊപ്പം ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഏർപ്പെടുത്താൻ സാധ്യത വളരെ കൂടുതലാണ്.